ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ വിഷ്ണുവ്രതപാ ശരണം. ശ്രീ ഹരേ നമ. ശ്രീമന്നാരായണീയം ദശകം 57 പ്രലംബാസുരവധം. വൃത്തം ഗീതി. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമസഖ ക്വാപി ദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സോനുഭിരപി ഗോപാനാം ധേനുഭിരഭിസംവൃതോ ലസദ്വേഷ സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈഃ സഹ ബാലൈർഭാണ്ഡീരകമാഗമോ വടം ക്രീഡൻ താവത് താവകനിധനസ്പൃഹയാലോർ ഗോപമൂർത്തിരദയാലു ദൈത്യഃ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ. ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബന്ധസൗഹാർദ്ദ വടനികടേ പടു പശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധ ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. കൽപ്പിതവിജിതേ കൽപ്പിതവിജേതൃവഹനേ സമരേ പരയൂഥകം സ്വദയിതതരം ശ്രീദാമാനമദത്ഥാ പരാജിതോ ഭക്തദാസതാം പ്രഥയൻ. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിതഃ പ്രലംബോ ജഹാരതം ദൂരതോ ഭവദ്ഭീത്യാ തദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനിവിഹിതഗരിമപരേ ദൈത്യഃ സ്വരൂപമാഗാദ്യുദ്രൂപാത് സഹി ബലോപി ചകിതോഭൂത്. ഉച്ചതയാ ദൈത്യതനോസ്ത്വന്മുഖമാലോക്യ ദൂരതോ രാമഃ വിഗതഭയോ ദൃഢമുഷ്ട്യാ ഭൃശദുഷ്ടം സപദി പിഷ്ടവാനേനം ഹത്വാ ദാനവവീരം പ്രാപ്തം ബലമാലിലിംഗിതപ്രേംണാ താവന്മിളതോർയുവയോഃ ശിരസി കൃതാ പുഷ്പവൃഷ്ടിരമരഗണൈഃ ആലംബോ ഭുവനാനാം
പ്രാലംബം നിധനമേവ മാരചയൻ കാലം വിഹായ സദ്യോ ലോലംബരുചേ ഹരേ ഹരേ ക്ലേശാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. എല്ലാവർക്കും നമസ്കാരം. ദശകം 57 ശ്രീമന്നാരായണത്തിലെ പ്രലംബാസുരനെ വധിക്കുന്ന ഭാഗം വർണ്ണിക്കുകയാണ്. അതാണല്ലോ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. 2-3 ദശകങ്ങളിലായിട്ട് നമ്മൾ കാളിയമർദ്ദനം ലീലയാണ് കേട്ടുകൊണ്ടിരുന്നത്. കാളിയമർദ്ദനം ലീലയിൽ ബലരാമസ്വാമി ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന. അതിന് പകരാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ഈ ലീലയിൽ പ്രലംബാസുരൻ നിഗ്രഹിക്കുന്നത് രാമേട്ടനായിക്കോട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം ഭഗവാൻ എന്ന് തോന്നുന്നു. ബലരാമസ്വാമിയാണ് പ്രലംബാസുരനെ നിഗ്രഹിച്ചത്. രാമസഖക്വാവിദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരപി ഗോപാനാം ധേനുഭിരഭി സംവൃതോ ലസദ്വേഷാം. ഒരു ദിവസം ക്വാവിദിനെ, അല്ലയോ ഭഗവാനെ അങ്ങ് ലസദ്വേഷ രാമസഖ ബലരാമനോടുകൂടി നല്ല അലങ്കരിച്ച് വളരെ ഉജ്ജ്വല വേഷത്തോടുകൂടി നിൽക്കുന്ന ബലരാമസ്വാമിയുടെ കൂടെ കാട്ടിലേക്ക് പോയി എന്നാണ്. ഗോപകുമാരന്മാരും മറ്റുള്ള പശുക്കളൊക്കെ എല്ലാവരുമായിട്ട് ഗോപാനാം സൂനുഭി ധേനുഭി അഭിസംവൃത വിപിനം കഥ. എല്ലാവരും കൂടി പശുക്കളൊക്കെ ആയിട്ട് കൂട്ടായിട്ട് കാട്ടിലേക്ക് പോയി. സന്ദർശയൻ ബലായാം സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹബാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. അന്ന് ഓരോ കളികളാണല്ലോ, ഓരോ ദിവസവും പലതരം കളികളാണ് കുട്ടികളെ കളിക്കുക. അന്നത്തെ കളി പാണ്ഡീരക വടം വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു. പാണ്ഡീരകം അതിൻ്റെ കടയ്ക്കൽ ആ വടവൃക്ഷത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു അന്നത്തെ കളിയൊക്കെ ഉണ്ടായിരുന്നത്. നല്ല തണലൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും കുട്ടികളൊക്കെ കൂടി അവിടെ കൂടി നല്ല വിമലാം വൃന്ദാവനശ്രിയം, വൃന്ദാവനത്തിൻ്റെ വളരെ വിമലമായ ശ്രേഷ്ഠമായിട്ടുള്ള തെളിവുള്ള ആ അന്തരീക്ഷം അതെല്ലാം ഏട്ടന് കാണിച്ചു കൊടുത്തുകൊണ്ട് അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും കൂടി അങ്ങനെ പശുവിനെയൊക്കെ മേയിച്ചുകൊണ്ട് പാണ്ഡീരകം എന്നുള്ള ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവരങ്ങനെ കിടക്കുകയായിരുന്നു എന്നാണ്. തദ്വനെ ഗോപൈ പശുംശ്ചാരേതോ രാമകൃഷ്ണയോഹോ ഗോപരൂപീ പ്രലംബോഗാത് അസുരസജ്ജിഗീഷയാം. പശുംശ്ചാരേതോ ഗോപൈർത്തദ്വനേ രാമകൃഷ്ണയോഹം ഗോപരൂപീ പ്രലംബോഗാത് അസുരസജ്ജിഗീഷയാം. ശ്രീമദ് ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയണത്. ആ കഥ വർണ്ണിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഭഗവാന്റെ പ്രലംബവധം എന്നുള്ള ലീല വർണ്ണിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി പലതരം തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടും കളികൾ കളിച്ചുകൊണ്ടും ബലരാമനും കൃഷ്ണനും ഗോപന്മാരോടൊക്കെ ഒന്നിച്ച് പശുക്കളെ മേയിച്ചുകൊണ്ട് ഒരു ദിവസം അങ്ങനെ വൃന്ദാവനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ എന്തുണ്ടായി? പ്രലംബൻ എന്നൊരു അസുരൻ, പ്രലംബോഗാത് അസുര, പ്രലംബ അഗാൽ, ഇവരുടെ കൂടെ കൂടിയെന്നർത്ഥം പ്രലംബൻ എന്നുള്ള അസുരൻ. പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഗോപരൂപി, ഗോപന്മാരുടെ വേഷമൊക്കെ ധരിച്ചുകൊണ്ടായിരുന്നു ആ അസുരൻ്റെ വരവ്. കണ്ണന് അതൊക്കെ മനസ്സിലായി. കണ്ണന് മനസ്സിലാക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ലോകത്തിലൊന്നുമില്ല. എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിച്ചു എന്ന് മാത്രം. താവൽ താവകനിധന സ്പൃഹയാലുർ ഗോപമൂർത്തിരദയാലു.
ദൈത്യപ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേതേ. ആ സമയത്ത് ഈ അസുരന്മാരുടെയൊക്കെ ഉദ്ദേശിച്ചതല്ലേ ഈ കൃഷ്ണനെ എങ്ങനെയും കൊല്ലണം, അതാണ് അവരുടെ ലക്ഷ്യം. ഒരു ദയയില്ലാത്തവരാണ് അവരൊക്കെ എന്നർത്ഥം. ഈ കൂട്ടുകാരുടെ കൂടെ വേഷം കെട്ടി കൂട്ടുകൂടി നിന്നുകൊണ്ട് പ്രലംബാസുരൻ വഞ്ചന ചെയ്യാനല്ലേ ഉദ്ദേശിച്ചത്. ഈ ചെറിയ കുട്ടികളെ, ഉണ്ണികളെ അവരുടെ വേഷം ധരിച്ചുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വന്നു എന്നാണ്. പ്രലംബബാഹും ഭവന്തം ആപേതേ. അജാനുബാഹുവായിട്ടുള്ള ആ പ്രലംബാസുരൻ അങ്ങയുടെ അടുത്തേക്ക് വന്നു എന്നാണ്. അങ്ങയുടെ കൂട്ടുകൂടി, ആ ഗോപന്മാരുടെ കൂട്ടത്തിൽ കൂടി. ആരും ഇതിനു മുമ്പ് ഉപയോഗിക്കാത്തൊരു വിദ്യയാണ് പ്രലംബൻ ഉപയോഗിച്ചത് എന്നാണ് പ്രലംബന്റെ വിചാരം. ഇവരുടെ കൂടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കില്ലല്ലോ കൂട്ടുകാരെ, ഗോപകുട്ടികൾ. ജാനന്യപ്യവിജാനന്യവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനിക്കട്ടെ പടുപശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധ. പരസ്പരം രണ്ട് ഗ്രൂപ്പായി നിന്നുകൊണ്ട്, അത് ഭഗവാൻ പറഞ്ഞ വിദ്യയാണത്. രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കാം. തോറ്റവൻ ജയിച്ചവനെ കഴുത്തിൽ ഏറ്റി നടക്കണം. അതൊരു പ്രത്യേക സ്ഥലം വരെ നടക്കണം എന്നൊക്കെ തീരുമാനിച്ചു. കണ്ണൻ ഈ സൂത്രമൊക്കെ മനസ്സിലായി. ജാനന്നപി, എല്ലാം അറിയുന്നവനല്ലേ കണ്ണൻ, എന്നാലും അറിയാത്തവനെ പോലെ. അവിജാനൻ, ഒന്നും അറിയാത്തവനെ പോലെ അങ്ങ് ഈ കണ്ണൻ ആ പ്രലംബനോട് സൗഹാർദ്ദം പുലർത്തി എന്നർത്ഥം. തേന സമം നിബദ്ധ സൗഹാർദ്ദ. എന്നിട്ട് ആ പേരാലിൻ്റെ ചുവട്ടില് മറ്റുള്ള ഗോപന്മാരൊക്കെ കൂട്ടി നിർത്തിക്കൊണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു എന്നാണ് ഭാഗവത്തിൽ പറയുന്നത്. തമ്മിദ്വാനവിദാശാർഹോം ഭഗവാൻ സർവദർശനാം അന്വമോദതൽസഖ്യം വധം തസ്യ വിചിന്തയൻ. ഇങ്ങനെ ഗോപവേഷക ധരിച്ചുകൊണ്ട് കൂട്ടത്തിൽ കൂടിച്ചേർന്ന അസുരനെ അറിഞ്ഞുവെങ്കിലും ഭഗവാൻ എന്ത് ചെയ്തു? അവനെ അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ നിന്നും. അവനാണെങ്കിലോ ഈ കൂട്ടുകാരാ എന്നുള്ള ഭാവത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ എങ്ങനെയെങ്കിലും കൊല്ലാൻ, കൃഷ്ണനെയും രാമനെയും കൊല്ലാനുള്ള മാർഗങ്ങളൊക്കെ ആരാഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ കൂട്ടുകൂടിയെന്നാണ്. തത്രോപാഹൂയ ഗോപാലൻ കൃഷ്ണപ്രാഹ വിഹാരവിൽ ഹേ ഗോപാ വിഹരിഷ്യാമോ ദ്വന്ദ്വീഭൂയ യഥായഥം. അങ്ങനെ ഈ കളിയെ പറ്റി നല്ലവണ്ണം അറിയുന്ന കണ്ണൻ എന്ത് ചെയ്തു? ഹേ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, യഥായഥ ദ്വന്ദ്വീഭൂയ, നമുക്ക് രണ്ട് സെറ്റായിട്ട് നിൽക്കാം, രണ്ട് സംഘങ്ങളായിട്ട് നിന്നുകൊണ്ട് വിഹരിഷ്യാമ, നമുക്ക് കളിക്കാം. എല്ലാവരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ് കളിക്കേണ്ടുന്ന രീതി. നല്ലൊരു സമഭൂമിയിൽ പരന്ന സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാവരും കൂടി രണ്ട് സെറ്റായിട്ട് തിരിയാമെന്ന് പറയണം. നമുക്ക് രണ്ട് സെറ്റായിട്ട് കളിക്കാം. വയസ്സ്, ബലം അതൊക്കെ യോജിക്കുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യണം, പരസ്പരം പോരാടണം. ചേർച്ചയില്ലാത്തവർ തമ്മിൽ ചേരാൻ പാടില്ല എന്ന് ഗോപന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് അരികെ വിളിച്ചു നിർത്തി പറഞ്ഞു എന്നാണ്. തത്ര ചക്രു പരിവൃഢോ ഗോപാരാമജനാർദ്ദനൗ കൃഷ്ണസംഘട്ടിനക്കേജിദാസൻ രാമസ്യ ചാപരേ. ഇങ്ങനെ രണ്ട് സെറ്റായിട്ട് തിരിയുമ്പോൾ ഓരോ സംഘത്തിലുള്ള നായകന്മാരെ അവരെ കുറ്റികൾ എന്നാത്ര പറയാം, കുറ്റികൾ. ആ ഗോപന്മാര് രാമനും കൃഷ്ണനും കുറ്റികളായിട്ട് വേണം തീരുമാനിച്ചു. അവരെപ്പോഴും അവരാണല്ലോ ലീഡർമാര്. എല്ലാ കളികളിലും കൃഷ്ണനും രാമനുമാണ് ലീഡർ. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ കൃഷ്ണനും ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ രാമനുമായിട്ട് തീരുമാനിച്ചു.
ചിലർ രാമൻ്റെ പക്ഷത്ത് ചേർന്നു, വേറെ ചിലരൊക്കെ കൃഷ്ണൻ്റെ പക്ഷത്തും ചേർന്നു എന്നാണ്. ആചൈരുർവിവിധാ ക്രീഡ ബാഹ്യവാഹകലക്ഷണാഃ യത്ര ആരോഹന്തി ജേതാരോ വഹന്തി ച പരാജിതാഃ. അപ്പോൾ കളിയുടെ വ്യവസ്ഥ അവർ തന്നെ ആലോചിച്ച് തീരുമാനിച്ചു. കണ്ണനാണ് അതൊക്കെ പറയാൻ. ബാഹ്യവാഹകലക്ഷണ, ആരാണ് വഹിക്കപ്പെടേണ്ടത്, തലയിൽ വെച്ച് കൊണ്ടുപോകേണ്ടത് തീരുമാനിച്ചു. ജയിച്ചവരെ തോറ്റവർ വഹന്തിച്ച, വഹിക്കണം തീരുമാനിച്ചു. അങ്ങനെയാണ് കളിയുടെ ഒരു തീരുമാനം ഉണ്ടായത്. ഇത്തരം കളികളൊക്കെ ഓരോരോ പ്രദേശങ്ങളിൽ ഉണ്ടാവുമല്ലോ, പലതരം കളികളല്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുക. ഏതായാലും അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ പരസ്പരം 2 സംഘമായിട്ട് നിന്നുകൊണ്ട് കളിക്കാൻ തീരുമാനിക്കുകയുണ്ടായത്. അവർ അന്യോന്യം ജയിക്കുക തോൽക്കുക ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തോറ്റ സംഘത്തിലെ ആരെങ്കിലും ജയിച്ച സംഘത്തിലെ ആളെ മുതുകത്ത് ചുമന്ന് നടക്കണം എന്നാണ് ഉണ്ടായ നിശ്ചയം. വഹന്തോ വാഹ്യമാനാശാചാരയന്തസ്യ ഗോധനം ഭാണ്ഡീരകം നാമവടം ജഗ്മു കൃഷ്ണപുരോഗമാഹ. അങ്ങനെ ഭാണ്ഡീരകം എന്ന് പേരായിട്ടുള്ള ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നല്ല അന്തരീക്ഷമാണെന്ന് കണ്ടപ്പോൾ കണ്ണനും രാമനൊക്കെ അവിടെയാണ് നമുക്ക് കളിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ എടുത്തുകൊണ്ടുപോകാനും ഒക്കെ സൗകര്യമുള്ളൊരു ഒരു സ്ഥലമാണെന്ന് അവർ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ രാമസംഘട്ടിനോ യർഹി ശ്രീരാമ വൃഷഭാദയാം സുക്രീഡായാം ജൈനസ്താം സ്ഥാനൂഹു കൃഷ്ണാദയോ നൃപാം. അതിൽ ശ്രീരാമാവ്, അതുപോലെ തന്നെ വൃഷഭൻ മുതലായിട്ടുള്ള ആൾക്കാർ, പിന്നെ കൃഷ്ണനെ ശ്രീരാമാവ് വൃഷഭൻ മുതലായിട്ട് ഭഗവാന്റെ ഭക്തന്മാരാണ്. അവർ എപ്പോഴും ഭഗവാനെ അനുകൂലിക്കുന്നവരാണ്. അവരൊക്കെ ബലരാമൻ്റെ ഭാഗത്ത് ചേർന്നു എന്ന് പറയുകയാണ്. കാരണം അവർ തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കൃഷ്ണനെ എടുത്തു കൊണ്ടുകൊടുക്കാൻ നടക്കാൻ പറ്റുമല്ലോ, അവരുടെ മോഹം കൊണ്ട്. അപ്പോൾ കൃഷ്ണൻ തോറ്റു കഴിഞ്ഞാൽ കൃഷ്ണൻ അവരെ പുറത്തെടുത്ത് നടക്കും എന്നൊക്കെ ഉള്ള മോഹം ഉണ്ടാവും അവർക്ക്. ഏതായാലും അങ്ങനെ ഉണ്ടായത്ര. ഭക്തവത്സലന്മാരാണ് അവർ. സ്വന്തം ഭക്തന്മാർക്ക് താൻ തന്നെയാണ് ദാസനായിട്ടിരിക്കുക, താൻ തന്നെയാണ് അവർക്ക് അഭയം കൊടുക്കുക എന്ന് വെളിപ്പെടുത്താനായിട്ട് ശ്രീരാമാവ് വൃഷഭൻ മുതലായവരെയൊക്കെ തൻ്റെ പുറത്തിൽ വഹിച്ചുകൊണ്ട് നടക്കാൻ കൃഷ്ണന് സന്തോഷം ഉണ്ടായുള്ളൂ പറയാം. ഭക്തന്മാരുടെ ഭാരം വഹിക്കാൻ ഒരു മടിയില്ല കൃഷ്ണന് എന്ന് കാണിക്കുന്നു. അങ്ങനെ പരസ്പരം രണ്ടുപേരും പക്ഷക്കാരും കൂടി കളി തുടങ്ങുന്നു. ജാനന്യപ്യവിജാനന്യവതേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടുപശുപാവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാം. അവർ തമ്മിൽ പടുപശുപ എന്ന് പറഞ്ഞാൽ നല്ല കയ്യൊക്കെ മെയ്യും മിടുക്കുള്ളവരൊക്കെയാണ്, അങ്ങനെ പറയാം. അവർ കളിയിലൊക്കെ ചേർന്ന് വയ്യാത്തവർ, ക്ഷീണമുള്ളവരൊന്നും കളിയിൽ നിന്ന് മാറി നിന്നു എന്നർത്ഥം. അവരൊക്കെ കാണികളായിട്ട് നിൽക്കേണ്ടായത്. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കം അപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. അങ്ങനെ രണ്ടായിട്ട് ചേരിതിരിച്ച് ഒന്ന് കൃഷ്ണന്റെ പക്ഷം, ഒന്ന് രാമന്റെ പക്ഷം. ബലഭീരം ദൈത്യം, അങ്ങയുടെ ശക്തിയെ പേടിക്കുന്ന അസുരനെ ത്വൽബലഗതം അന്വമന്യഥ, അങ്ങയുടെ തന്നെ സൈന്യത്തിൽ നിന്നോളാൻ സമ്മതിച്ചു എന്നാണ്. ആ
പ്രലംബനെ തൻ്റെ തന്നെ സെറ്റിൽ ചേർത്തു. കാരണം പ്രലംബനെ കൊല്ലാൻ ബലഭദ്രനാണല്ലോ നേതാവായിട്ടുള്ളത്. ആ ബലഭദ്രനെ കൊണ്ട് കൊല്ലിക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഭഗവാന്റെ സൂത്രം. തോറ്റവൻ ജയിച്ചവനെ തോളിലേറ്റിക്കൊണ്ട് കുറേ ദൂരം ഓടണമല്ലോ. അങ്ങനെ വരുമ്പോൾ കൃഷ്ണനെ ഏറ്റേണ്ടി വന്നാൽ ഒരുപക്ഷെ തനിക്ക് തൃണാവർത്തൻ്റെ അനുഭവം ഉണ്ടായാലോ എന്ന് ഒരുപക്ഷെ പ്രലംബന് തോന്നിയിട്ടുണ്ടാവും. കൃഷ്ണനെ തലയിലേറ്റിക്കൊണ്ട് ആണല്ലോ തൃണാവർത്തൻ ആകാശത്തിലേക്ക് ഉയർന്നു പോയത്. ആ കൊച്ചു പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ ആ ഉണ്ണി തൃണാവർത്തനെ നിഗ്രഹിച്ചു നമ്മൾ കണ്ടതാണ്. അപ്പം അത് ആവർത്തിക്കപ്പെടേണ്ട എന്ന് പ്രലംബം വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവും കൃഷ്ണൻ്റെ പക്ഷത്തന്നെ ചേർന്നാൽ മതി തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ രാമനാവൂലോ തന്നെ തനിക്ക് ഏറ്റേണ്ടി വന്നാൽ തന്നെ രാമനെയാണ് ഏറ്റേണ്ടി വരിക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീരാമാനമഥർത്ഥാം പരാജിതോ ഭക്തദാസതാം പ്രഥയൻ. ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെയാണ് ജയിച്ചവനെ ഏറ്റിക്കൊണ്ട് ഓടേണ്ടത് തീരുമാനിച്ചു. അങ്ങനെ ആണ് കളി തുടങ്ങിയത് അർത്ഥം. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹൽസു വാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരതോ ഭവത്ഭീത്യ. അങ്ങനെ കളി തുടങ്ങി. 2 സെറ്റായിട്ട് നിന്നുകൊണ്ട് അനേകം ഗോപബാലന്മാർ, ചിലർ തോറ്റാളെ ജയിച്ച ആളെ തലയിലേറ്റിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ പ്രലംബാസുരനും ബലഭദ്രനും ആണ് ദ്വന്ദ്വയുദ്ധം, അവർ തമ്മിലാണ് ഉണ്ടായത്. അങ്ങനെ പ്രലംബാസുരൻ ബലഭദ്രനാൽ തോൽപ്പിക്കപ്പെട്ടു. അപ്പം എന്തായി? ബലരാമനെ എടുത്തുകൊണ്ട് പോകണം. അതായി പിന്നെ ഈ പ്രലംബാസുരൻ്റെ ഡ്യൂട്ടി അതായി നടത്താം. ബലരാമനെ ഏറ്റിക്കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഓരോരുത്തരും പരസ്പരം, കൃഷ്ണൻ സീതാമാവിനെയാണ് ഏറ്റിക്കൊണ്ടുപോയത്, ഭദ്രസേനൻ വൃഷഭനെയാണ്. അങ്ങനെയാണ് പ്രലംബൻ ബലരാമനെ വഹിച്ചുകൊണ്ട് പോകേണ്ടി വന്നതെന്നർത്ഥം. അവിഷഹ്യം മന്യമാനകൃഷ്ണം ദാനവപുങ്കവ വഹൻ ദ്രുതതരം പ്രാഗാതവരോഹണതഃ പരം. ദാനവപുങ്കവനായിട്ടുള്ള കൃഷ്ണനെ, അസുരവീരൻ എന്നൊക്കെ പറയില്ലേ, അവിഷഹ്യ സഹിക്കാൻ വയ്യാത്തവനായിട്ട് രാമനെ വഹിച്ചുകൊണ്ട് ദ്രുതതരം അവരോഹണതാം, ഇറക്കാൻ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ അവിടെ തലയിലേറ്റ് ഇരിക്കുന്ന ആളെ അവിടെ ഇറക്കണമല്ലോ. അവിടെ ഇറക്കാതെ വീണ്ടും ദൂരത്തേക്ക് പോയി എന്നാണ്. ഭാണ്ഡീരക വടത്തിൻ്റെ ഒരതിർത്തി കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി പ്രലംബാസുരൻ. ദാനവവീരനായിട്ടുള്ള പ്രലംബാസുരൻ, അസുരവീരനായിട്ടുള്ള പ്രലംബാസുരൻ കൃഷ്ണനെയും കൃഷ്ണനെയും തലയിലേറ്റിക്കൊണ്ടുപോകാൻ വിഷമമാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് കൃഷ്ണപക്ഷത്തിൽ ചെന്ന് ചേർന്ന് കളിച്ച ആ ദാനവവീരൻ പ്രലംബൻ ശ്രീകൃഷ്ണൻ്റെ കാഴ്ചയിൽ നിന്നും അകന്നു നിൽക്കണം എന്ന് വിചാരിച്ചതോടുകൂടി കുറേ അകലേക്ക് ബലരാമനെ തോളത്ത് ഏറ്റിക്കൊണ്ട് അങ്ങനെ നടന്നുപോയി എന്നർത്ഥം. എവിടെയാണോ ഇറക്കേണ്ടത് ആ സ്ഥലം എത്തിയിട്ടും അവിടെ ഇറക്കാനായിട്ട് തയ്യാറായില്ല. തമുദ്വഹൻ ധരണിധരേന്ദ്ര ഗൗരവം മഹാസുരോ വിഗതരയോ നിജം വപു സാശ്ചിത പുരടപരിച്ഛതോ ബഭോ തടിദ്യുമാനുടുപതിവാടി വമ്പുതാം. നല്ല കനം ഉണ്ടല്ലോ ബലരാമൻ തോളത്തിരിക്കുകയാണ്.
തന്നെ ആ ബലരാമനെയും തോളത്തേറ്റി നടക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. നല്ല കനമൊക്കെ തോന്നിയപ്പോൾ പ്രലംബാസുരൻ തൻ്റെ ആസുര വേഷം കാണിച്ചു എന്നാണ്. മഹാസുരോ വികതരയോ നിജം വപു. തൻ്റെ സ്വന്തം ശരീരത്തെ കാണിച്ചു എന്നർത്ഥം. തനിക്ക് വേണ്ട വിധത്തിൽ ബലരാമനെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. വികതരയ, അതുകൊണ്ട് എന്തായി, വേഗതയൊക്കെ നഷ്ടപ്പെട്ടു. ആദ്യം നല്ല വേഗത്തിലൊക്കെ നടന്നു നോക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രലംബാസുരനെ ബലരാമനെ വഹിച്ചുകൊണ്ട് നടക്കാൻ വയ്യാണ്ടായി തരർത്ഥം. പുരടപരിച്ഛത തടിദ്യുമാൻ, നല്ല അലങ്കാരത്തോടുകൂടി സ്വർണം ചെയിനൊക്കെ ഇട്ടുള്ള നല്ല ആഡംബരങ്ങളോടുകൂടി ഇരിക്കുന്ന ബലരാമനെ കണ്ടാൽ എന്താ പറയുക, ചന്ദ്രനെ വഹിച്ചിരിക്കുന്ന മേഘം പോലെ തോന്നുന്നു പറയാണ്. അങ്ങനെ ശോഭയോട് കൂടിയിട്ടായിരുന്നു ബലരാമസ്വാമിയുടെ ആ ഇരിപ്പ്. സ്വതേ ശരീരം തന്നെ, ബലരാമന്റെ ശരീരം വലിയ ശരീരമാണല്ലോ, കറുത്ത ശരീരമാണ്. അതില് അല്ല, അസുരന്റെ സ്വന്തം ശരീരം വൻമല പോലെ കറുത്തതാണ്. അതിലാണ് ചന്ദ്രനെ പോലെ കാന്തിയുള്ള ബലരാമൻ ഇരിക്കുന്നത്. അത് കണ്ടാലാണ് ഇങ്ങനെ തോന്നുന്നു പറയുന്നത്. അതുകൊണ്ടാണ് കാർമേഘം എന്ന പോലെ പ്രലംബാസുരനെ കണ്ടപ്പോൾ തോന്നി എന്നർത്ഥം. തൻ്റെ ഭയങ്കര രൂപം കാണിക്കേണ്ടതായി വന്നു ബലരാമന്, പ്രലംബാസുരന്. അത് കണ്ടപ്പോൾ ബലരാമന് അല്പം പേടി ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹരിണി വിഹിതഗിരിമഭരേ ദൈത്യം ദൈത്യസ്വരൂപമാകാം യദ്രൂപാൽ സഹി ബലോപി ചികിത്സോഭൂൽ. ബലരാമന്റെ ശരീരത്തിന്റെ കനങ്ങ് വന്നപ്പോൾ അസുരന് തൻ്റെ രൂപം കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ. ആ ബലരാമന്റെ ഇരിപ്പൊക്കെ കണ്ട് കഴിഞ്ഞാൽ വളരെ അകലെയാണ്, കൃഷ്ണനിൽ നിന്ന് കുറെ അകലേക്ക് പോയി കഴിഞ്ഞു ബലരാമനെ എടുത്തുകൊണ്ട്. ബലരാമനെ പേടിപ്പിച്ച് കീഴടക്കാമെന്ന് വിചാരിച്ച അസുരന് അത് സാധിക്കാതെ വന്നു എന്ന് മാത്രമല്ല, ബലരാമന് അല്പം പേടി, പരിഭ്രമം ഉണ്ടായോ, ഭഗവാന്റെ നേർക്കൊന്ന് നോക്കിയെന്നാണ്. അപ്പൊ ഭഗവാൻ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. ഉടനെ തന്നെ സപതി ഭൃതദുഷ്ടം ഏനം ദൃഢമുഷ്ട്യാ പിഷ്ടവാൻ, ദുഷ്ടനായിട്ടുള്ള അസുരനെ തൻ്റെ കൈകൊണ്ട് ചുരുട്ടിയിട്ട് ഊക്കോടുകൂടി ഒരു അടി വെച്ചു കൊടുത്തു എന്നാണ്. ഹത്വാദാനവീരം പ്രാപ്തം ബലമാലിംഗിത പ്രേംണ താവൻ മിളതോറിവയോ ശിരസി കൃത പുഷ്പവൃഷ്ടി അമരഗണൈഹി. അങ്ങനെ ആ പ്രലംബാസുരനെ നിഗ്രഹിച്ചു കണ്ടപ്പോൾ എല്ലാവരും കൂടി ആലിലിംഗിത, ബലരാമനിൻ്റെ അടുത്ത് വന്നിട്ട് ആലിംഗനം ചെയ്തു വന്നു സന്തോഷത്തോടുകൂടി. ബലരാമന്റെ കഴിവും ശക്തിയൊക്കെ കണ്ടിട്ട് താവത് മിളതോ യുവയോ ശിരസി, രണ്ടുപേരും കൂടി, കൃഷ്ണനും രാമനും കൂടി അങ്ങനെ നിൽക്കണം കണ്ടിട്ട് അമരഗണി പുഷ്പവൃഷ്ടി കൃതാം, ദേവന്മാര് കൂട്ടം കൂട്ടമായിട്ട് വന്ന് പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ്. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. ഇങ്ങനെയുള്ള അത്ഭുത ഒരു കൃത്യം ചെയ്ത് കണ്ടപ്പോൾ ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരജയൻ കാലം വിഹായ സദ്യോ ലോലംബരുചേ ഹരേ ഹരേ ക്ലേശാൻ. എന്നിട്ട് പറയാനാ, അല്ലയോ ഭഗവാനെ, ലോലംബരുചേ ഗുരുവായൂരപ്പ, ഹരേ, രുചനായിട്ടുള്ള നല്ല കറുത്ത നിറത്തില് കരി വണ്ടിൻ്റെ നിറം പോലെയുള്ള ഭഗവാനോട് പറയാണ്, ഭുവനാനാം ആലംബ,
അങ്ങാണെങ്കിൽ ലോകത്തിന് മുഴുവൻ ആരംഭമായിട്ടുള്ളവനാണ്, ആശ്രയ സ്വരൂപനാണ്. ആ ഭഗവാന്റെ പ്രാരംഭം നിധനം, ഈ പ്രലംബനെ നിഗ്രഹിച്ചതായിട്ടുള്ള ഈ കർമ്മം ആരചയൻ അതങ്ങ് നിർവഹിച്ചുകൊണ്ട് എല്ലാവരുടെയും ദുഃഖത്തെ തീർത്തു കൊടുത്ത അങ്ങ് കാലം വിഹായ സദ്യ ക്ലേശാൻ ഹരേ, കാലം കാത്തിരിക്കാതെ വേഗത്തിൽ തന്നെ എൻ്റെ ക്ലേശങ്ങളെ തീർത്തു തരണേ എന്നാണ്, എൻ്റെ ആമയങ്ങളെല്ലാം ഇല്ലാതാക്കി തരണേ എന്ന് മേപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായിട്ടുള്ള പ്രലംബാസുര നിഗ്രഹം അത് സ്മരിച്ചുകൊണ്ട് ഭഗവാനെ എന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഈ അസുരവേഷം ധരിച്ചുകൊണ്ട് ബലരാമനെ വഹിച്ചുകൊണ്ട് ആകാശത്തിൽ കൂടി അതിവേഗത്തിൽ സഞ്ചരിച്ച പ്രലംബനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിഗ്രഹിച്ചില്ലേ ബലരാമസ്വാമി. ആദ്യം അല്പം ഭയം ഒക്കെ നടിച്ചു എന്നൊക്കെ പറയുന്നല്ലോ, അതൊക്കെ വേറൊരു നാട്യം തന്നെയായിരിക്കും. ബലരാമസ്വാമിക്ക് എന്ത് ഭയം? എന്നാലും പ്രലംബാസുരത്തിൻ്റെ ആ വലിയ ദേഹത്തെ നന്നായി സൂക്ഷിച്ചു നോക്കിയ ബലരാമൻ അല്പം ഭയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭഗവാന്റെ തന്നെ ഉപദേശം ഉണ്ടായി എന്നൊക്കെ മറ്റുള്ള പുരാണങ്ങളിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതാണ്, പേടിക്കേണ്ട ഏട്ടാ, കിമയം മാനുഷോഭാവോ വ്യക്തമേവാവലംബതേ സർവാത്മൻ. അങ്ങ് എന്തിനാ പേടിക്കണേ? അങ്ങ് ഭഗവാൻ തന്നെയല്ലേ, ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചതല്ലേ, അക്കാര്യം അങ്ങ് മറന്നുപോയോ? അങ്ങ് മാനുഷഭാവത്തെ സ്വീകരിച്ചോ എന്നൊക്കെ ചോദിക്കേണ്ടതെന്നാണ്. എന്തിനാണ് അങ്ങ് ഭയപ്പെടുന്നത്? അതുകൊണ്ട് ഭയം തീരെ ഉപേക്ഷിച്ച് ധൈര്യമായിട്ടിരുന്നോളൂ എന്നൊക്കെ ഭഗവാൻ ഉപദേശിച്ചതായിട്ട് വിഷ്ണു പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും പ്രലംബാസുരനെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലോ. സ ആഹതസ്തപതി വിശീർണമസ്തകോ മുഖാദ്വമൻരുധിരമപസ്മൃതോസുരാം മഹാരവം വ്യസുരപതൽ സമീരയൻ ഗിരിയഥാ മഖവതാം ആയുധാഹതാം. നല്ല അടിവെച്ചു കൊടുത്തു പ്രലംബാസുരൻ്റെ തലങ്ങനെ തകർന്നു പോയി എന്നാണ്. മുഖത്തിൽ കൂടി രക്തമൊക്കെ അങ്ങോട്ട് ഒഴുകി ബോധം നശിച്ച് ഘോരമായിട്ട് അട്ടഹസിച്ചുകൊണ്ട് നിലവിളിച്ചു ഉത്തരേ പ്രലംബൻ. ആ പർവ്വതാകാരനായിട്ടുള്ള ആ അസുരൻ മരിച്ചത് ഭൂമിയിൽ ഗംഭീര ശബ്ദത്തോടുകൂടി വീണു എന്നാണ് ഭാഗവതത്തിൽ അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. എന്തായാലും അത് കണ്ടപ്പോഴാണ് എല്ലാവരും ഗോപന്മാരും ഒക്കെ ആശ്ചര്യത്തോടെ സാധു സാധു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമനെ അഭിനന്ദിച്ചു എന്നാണ്. ദൃഷ്ട്വാ പ്രലംബം നിഹിതം ബലേന ബലശാലിന ഗോപാസു വിസ്മിത ആസൻ സാധു സാധു ഇതിവാദിന. നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രശംസിച്ചു ബലരാമനെ. ആശുരോഭിഗൃണന്തസ്ഥം പ്രശംസുസ്തദർഹണം പ്രത്യാഗതമിവാലിംഗ്യ പ്രേമവിക്കുലചേതസ. അങ്ങനെ പ്രലംബാസുരനെ നിഗ്രഹിച്ചുകൊണ്ട് തൻ്റെ അരികത്ത് വന്ന ബലരാമനെ കണ്ട് എല്ലാവരും ഗോപന്മാരൊക്കെ വളരെയധികം ഒരിക്കൽ പോയതാണ് ബലരാമൻ വീണ്ടും തിരിച്ചു വന്നവനെ പോലെയുള്ള സന്തോഷം ആണ് ഇത്ര പ്രകടിപ്പിച്ചത്. എങ്ങനെ അങ്ങ് കുറേ കാലം കൊണ്ട് ജീവിച്ചിരിക്കണം, ഞങ്ങളെയൊക്കെ രക്ഷിക്കണം എന്നെല്ലാം വിനീതമായിട്ട് ബലരാമസ്വാമിയോട് പ്രാർത്ഥിച്ചു എന്നാണ് എല്ലാവരും കൂടി. ബഹുകാലം അങ്ങ് ജീവിച്ചിരിക്കണം എന്നെല്ലാം പറഞ്ഞു എന്നാണ്. ആശിഷോ അഭിഗൃണന്തസ്ഥം പ്രശംസു തദർഹണം പ്രത്യാഗതമിവാലിംഗ്യ പ്രേമവിഹുല ചേതസം പാപേ പ്രലംബേ നിഹൃതേ ദേവാ പരമനിർവൃതാം അഭ്യവർഷൻ ബലം മാല്യേ ശശംസു സാധു സാധ്വരി. അപ്പോൾ ആകാശത്തിൽ നിന്ന് ദേവന്മാരൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി ലോകത്തിനെ മുഴുവൻ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന പ്രലംബാസുരനെ നശിപ്പിച്ചില്ലേ,
അതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ദേവന്മാരെ സാധുവാദം ചെയ്തു എന്നാണ്. പുഷ്പങ്ങളെ കൊണ്ടൊക്കെ ബലരാമനെ പുഷ്പവൃഷ്ടി ചെയ്തു, അഭിഷേകം ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിലെ ആ കഥാഭാഗം സമർപ്പിക്കുന്നത്. ഇവിടെ നാരായണീയത്തിലാണെങ്കിൽ എന്തെല്ലാം ഇത്തരം അത്ഭുത കൃത്യങ്ങൾ ചെയ്തല്ലയോ ഭഗവാനെ, താമസിയാത്തൻ്റെ ഈയുള്ളവൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ പ്രാർത്ഥനയോടു കൂടിയാണ് 11-ാം ശ്ലോകം. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരചയൻ കാലം വിഹായ സദ്യോ ലോലം വരുജേ ഹരേ ഹരേ ക്ലേശാൻ എന്നുള്ള ശ്ലോകത്തോടുകൂടി ആ ദശകം സമർപ്പിച്ചത്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.